നമ്മൾ നിന്ന് 10/1/2023 നടന്ന SSC GD 2022 മാത്സിൻ്റെ ഫുൾ സൊല്യൂഷനാണ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ഏതാ? ഷിഫ്റ്റ് 3. അപ്പോൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കാനാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം എന്താ ഈ ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗം എടുക്കുമ്പോൾ -2 മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ +2/7 വരും. അപ്പോൾ LCM എടുക്കുമ്പോൾ -40 + 2/7 വരും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എത്രയാണ്? -12/7 കിട്ടും. അപ്പോൾ ഇവിടെ എന്താ ഇത്രയും ഭാഗത്തിന് പകരം നമുക്ക് -12/7 എഴുതാം. അപ്പോൾ ഇവിടെ എന്താ -4/7 ഡിവൈഡ് ബൈ 1/12 ഡിവൈഡ് ബൈ -4/5 ഇൻറ്റു -12/7 വരും. ഇവിടെ -4 × 12 ചെയ്യുമ്പോൾ എത്രയാണ്? 48 വരും. മൈനസും എന്താ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഇപ്പോൾ 48/35 വരും. അതുപോലെ ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എന്ത് വരും? 4/7/1/12 എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 12 എന്ന് വരും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ 12 വരും. അപ്പോൾ ഇതൊരു ബ്രാക്കറ്റിനകത്തിടാം. അപ്പോൾ എന്താ ഇവിടെ 48/7 ഡിവൈഡ് ബൈ 48/35 എന്ന് വരും. സോറി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് മൈനസാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. -48/48/35 വരും. അപ്പം ഇതെന്താ? ഇത് റെസിപ്രോക്കലായിട്ട് തിരിച്ച് മുകളിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ വരുന്നത്? 35/48 വരും. അതെന്താ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്? 35/48 എന്ന് വരും. ഈ 48 പോയി. ഇത് 5. ആൻസർ എത്രയാണ്? -5 ആണ് ഉത്തരം വരുന്നത്. എന്താ അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. -5 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 42, 56 എന്ന് പറഞ്ഞ സംഖ്യ തന്നിട്ടുണ്ട്. ആ രണ്ട് സംഖ്യകളെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ കൊണ്ട് ഏതാ? 28ൻ്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏത് ആൻസർ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സംഖ്യ വാല്യൂ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം എന്താ 28ൻ്റെ സ്ക്വയർ എടുത്ത് വെച്ചോളൂ. അല്ലാണ്ട് 28 × 28 എഴുതിയാൽ മതി. ഇത് ഡിവൈഡ് ബൈ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി ഡിവൈഡ് ബോത്ത് 42 and 56. അപ്പോൾ എന്താ HCF ഓഫ് 42 and 56 എടുത്തോളാം. അവിടെ ഇപ്പം HCF ഓഫ് 42 and 56 കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ 2 7 കൊണ്ട് വെട്ടിപ്പോകും. 7 6 42, 7 8 56. ബാക്കി എന്താ 2 കൊണ്ട് വെട്ടുക. അപ്പോൾ 3 4 വരും. ഇനിയൊന്നും വെട്ടാനില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 14 കിട്ടും. അതാണ് HCF. അപ്പോൾ 28 × 28/14 ചെയ്ത് കൊടുക്കുക. ഇത് വെട്ടിക്കളയുമ്പോൾ എന്താ? 1 2 28ൻ്റെ ഇരട്ടി എഴുതുമ്പോൾ 56 വരും. 56 ആൻസർ ഓപ്ഷൻ 4. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എയും ബിയും ഇലക്ഷനിൽ മത്സരിച്ചു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90,000 ആണ്. അതിനകത്ത് 70% ആൾക്കാരെ വോട്ട് ചെയ്തുള്ളൂ. 70% ഓഫ് ടോട്ടൽ വോട്ട്സ് പോൾഡ്. അതിനകത്ത് 60% ഇൻ ഫേവർ ഓഫ് എക്കാണ് കിട്ടിയത്. ഹൗ മെനി വോട്ട്സ് ഡസ് ബി റിസീവ്ഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ അപ്പം 90,000ൻ്റെ 70% എടുക്കുമ്പോൾ എത്രയാണ്? 63,000 വരും. ഇതിനർത്ഥം തന്നെ 90,000-ൽ എത്ര? 63,000 പേരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ തന്നെ എത്രയാണ്? 60% ആർക്കാണ് കിട്ടിയത്? എക്കാണ് കിട്ടിയത്. അപ്പോൾ 3/5 കിട്ടിയത് എക്കാണ്. ചെയ്യുമ്പോൾ എത്രയാണ്? 37,800 കിട്ടും.
ഇത്രയും വോട്ട് കിട്ടിയത് ആർക്കാണ്? ഇത്രയും വോട്ട് കിട്ടിയത് എക്കാണ്. നമ്മളോട് ചോദിച്ചെങ്കിൽ ബിക്ക് കിട്ടിയ വോട്ടാണ്. ബിക്ക് കിട്ടിയ വോട്ട് ഉണ്ടെങ്കിൽ 63,000 ഇൻറ്റു ഇവിടെ 3/5 ആണ്. അപ്പം ബാക്കി എത്ര ഉള്ളത്? ബാക്കി 2/5 ആണുള്ളത്. അത് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെട്ടുമ്പോൾ എത്രയാണ്? 12,600 കിട്ടും. 12,600 ഇരട്ടി എടുക്കുമ്പോൾ ഇത്ര 25,200 ബിക്ക് കിട്ടിയ വോട്ട്. അത് എത്രയാണ്? ഓപ്ഷൻ നമ്പർ 2. അതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു ആർട്ടിക്കിളിൻ്റെ വാല്യൂ 18,000 രൂപയിൽ നിന്ന് 14,580 രൂപയായി. 2 വർഷം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ ഡിപ്രീസിയേഷൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെയാണ് എടുക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതി തന്നെ എടുക്കുന്നത്. നമ്മൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കുന്ന പോലെ എന്താണ് ഇനിഷ്യൽ അതുപോലെ ഫൈനൽ റേഷ്യോ എടുക്കുക. 18,000 ഉണ്ടായിരുന്നു. 2 വർഷം കൊണ്ട് എത്രയായി? 14,580 ഇതെന്താണ് 2 വർഷത്തെ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇത് റേഷ്യോ എടുത്ത് കഴിയുമ്പോൾ എന്താ 2 സൈഡിലും ഇത് 0 വെട്ടിപ്പോയി. ഇനിയും വെട്ടി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതെന്താ വെട്ടി കുറയ്ക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നോക്കാം. ഇത് എന്താണ് 9ൻ്റെ മൾട്ടിപ്പിളാണെന്ന് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇത് നമുക്ക് നോക്കാം. 4 1 5 5 5 10 18 ഇത് എന്താ 9ൻ്റെ മൾട്ടിപ്പിളാണ്. 2 സൈഡിലും 9 കൊണ്ട് വെട്ടുമ്പോൾ ഇവിടെ എന്താ 200 വരും. 9 1 9 വരും. അപ്പം എത്രയാണ്? 5 വരും. 9 6 54 വരും. അപ്പം റിമൈൻഡർ 1 വരും. അപ്പം 162 വരും. ഇനി എന്താ നമുക്ക് ഇനിയും ഒരു 2 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ 100 വരും. ഇവിടെ 162 പകുതി 50 50 30 80 81 വരും. ഇതെന്താ ഇപ്പം 2 വർഷത്തെ. ഇനിയിപ്പോൾ അത് ഒരു വർഷത്തെ ആവണമെങ്കിൽ എന്താ റൂട്ട് എടുക്കണം. ഇതിൻ്റെ 2ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ 10:9 വരും. ഇവിടെ ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് നോക്കുമ്പോൾ എന്താ 1 കുറഞ്ഞു. എത്രയിലാണ് കുറഞ്ഞു? 10 കുറഞ്ഞു. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്രയാണ്? നമുക്ക് 10% കിട്ടും. അതാണ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ. ഇനി ഇവിടെ എന്താണ് ഇത് 3 വർഷത്തെ തരുന്നതെങ്കിൽ 3 ഇയർത്തെ തരുന്നതെങ്കിൽ ഇവിടെ എന്താ ക്യൂബ് റൂട്ട് ഓഫ് ഇതെടുക്കണം. 4 വർഷത്തെ തരുന്നതെങ്കിൽ അപ്പം 4th റൂട്ട് എടുക്കണം. ഇവിടെ എന്താ 2 വർഷത്തെ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റി. അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ അങ്ങോട്ട് പോയ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വയ സെയിം റൂട്ടാണെന്ന് തന്നിട്ടുണ്ട്. ആവറേജ് സ്പീഡ് ഇക്വേഷൻ 2ab/a+b ആണ്. അതായത് 2 × 4 × 3/4 3 7. ഇപ്പോൾ ഇവിടെ നിന്ന് 24/7 വരും. ഇത് കാണുമ്പോൾ തന്നെ എന്താ മനസ്സിലാകുന്നത്? 7 4 28 വരും. അപ്പം 4 എന്തായാലും വരത്തില്ല, 3 വരത്തുള്ളൂ. അപ്പം 3s 21 വരും. ബാക്കി എന്താ റിമൈൻഡർ 3 വരും. റിമൈൻഡർ 7 3 ആയിട്ട് 3/7 ആൻസർ വരും. ഇവിടെ എന്താ 3 വെച്ച് തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനുള്ള ഓപ്ഷൻ 1. അതാണ് ഉത്തരം. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് പ്രപ്പോർഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തേർഡ് പ്രപ്പോർഷൻ ഫോർത്ത് പ്രപ്പോർഷൻ എന്താ ഫോർമുല? അതായത് a:b:c:x ആണെങ്കിൽ എന്താ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ax = എന്താ bc എന്ന് വരും. അതായത് അകത്ത് കിടക്കുന്ന രണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക, പുറത്ത് കിടക്കുന്ന രണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി x = എന്താ bc/a എന്ന് വരും. ഈ ഫോർമുലയാണ് നമ്മൾ കാണാൻ വിളിക്കുന്നത്. ഏത് ഫോർത്ത് പ്രപ്പോർഷൻ്റെ കേസിൽ വരുമ്പോൾ. തേർഡ് പ്രപ്പോർഷൻ വരുമ്പോൾ എന്താ a:b:b:c ആണ്. ഐ മീൻ സി അല്ല, എക്സ് ആണ്. അപ്പം ഇവിടെ എന്താ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പം b² എന്ന് പറയുന്നത് എന്താ = ax ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? x = b²/a വരും. താഴേക്ക് എഴുതാം. അതായത് b² എന്ന് പറയുന്നത് എന്താണ്? b² എന്നല്ല, എക്സ് എന്ന് പറയുന്നത് എന്താണ്? b²/a വരും. ഇവിടെ എന്താ a b c എന്നുള്ള വാല്യൂ, a b c എന്നുള്ള വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും.
ഇവിടെ എന്താ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാകും. എങ്ങനെയാണോ അതെ ഇവിടെ തന്നേക്കുന്ന പോലെ എയുടെയും ബിയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 24, 36. അപ്പോൾ ഇവിടെ എന്താ ഇത് എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയിട്ട് എടുക്കുക. അപ്പം 36 × 36/20 4 വരും. 2നെ 12 കൊണ്ട് വെട്ടിക്കോളാം. അപ്പോൾ 2, 3 വരും. 36 2 36 കൂടെ വെട്ടി കഴിയുമ്പോൾ ഇവിടെ 18 എന്ന് വരും. 18 × 3 ചെയ്യുമ്പം എത്രയാണ്? 54 എന്ന് കിട്ടും. അപ്പോൾ എന്താ? അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ സ്പിയർ എത്രയാണ് ചോദിച്ചേക്കുന്നത്? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സ്പിയറിൻ്റെ ഫോർമുല എന്താ? 4πr² ആണ്. 4πr² വാല്യൂ എത്രയാണ്? 1386 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ? ആദ്യം നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. എന്നാൽ എന്ത് പറ്റുള്ളൂ? വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ 4/3πr³ ആണ്. അപ്പം r³ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 4 × 22/7 × r² എന്ന് പറയുന്നത് എത്രയാണ്? 1386. ഇവിടെ ഞാൻ ഈ 1386 കൂടെ വെട്ടുക. ഇതെന്ന് പറയുന്നത് 63 ആണ്. 22 × 63 ചെയ്യുമ്പോഴാണ് 1386 വരുന്നത്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? അതായത് 63 × 7/4 എന്ന് വരും. 63 നമുക്കെന്താ 9 × 7 എന്ന് എഴുതാം. അതായത് 9 × 7/4. ഇനിയാണ് ഇതിൻ്റെ റൂട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 9 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്രയാണ്? 3 വരും. ഇവിടെ 3 × 2 7ഉണ്ട്. അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1 7 ആവും. 4ൻ്റെ റൂട്ട് വരുമ്പോൾ 2 വരും. അതായത് 7 3 21/2 ആണ് എന്ത്? ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി എന്താണ് ഈ ആറിൻ്റെ വാല്യൂ? ഇത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. അപ്പം 4/3 × 22/7 × 21/2 ഇതാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? നമുക്കൊന്നുകൂടെ നീക്കി താഴെ എഴുതാം. അതായത് 4/3 × 22/7 × 21 × 21 × 21/8 എന്ന് വരും. അപ്പം 4 ഇത് ഇങ്ങനെ വെട്ടിപ്പോവും. അതുപോലെ ഇത് ഇങ്ങനെ വെട്ടിപ്പോവും. 7 ഒരു 21 കൂടെ ഇങ്ങനെ വെട്ടിപ്പോവും. അതുപോലെ ഈ 3 ഈ 21 കൂടെ ഇങ്ങനെ വെട്ടിപ്പോവും. ആൻസർ 11 × 21 × 21 വരും. ഇവിടെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് എന്താ? 1 ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്താ വരത്തുള്ളൂ? ഒരു 1ൽ അവസാനിക്കുന്ന നമ്പറേ വരത്തുള്ളൂ. നമുക്ക് മനസ്സിലായി. ഏതാ? ഓപ്ഷൻ 2 അതാണ് ഉത്തരം. ഇവിടെ ഒരു ഓപ്ഷനെ യൂണിറ്റ് ഡിജിറ്റ് 1 ഉള്ളായിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. ഇപ്പം 1ൽ കൂടുതൽ ഓപ്ഷൻസ് യൂണിറ്റ് ഡിജിറ്റ് 1 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? പെട്രോളിൻ്റെ വില കൂടി. എത്രയാണ്? 96ൽ നിന്ന് 92 അല്ല 92ൽ നിന്ന് 96ലേക്ക് കൂടി. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എത്രയാണെന്ന് ചോദിച്ചേക്കും. അപ്പം 92ൽ നിന്ന് 96.5ലേക്ക് കൂടിയപ്പോൾ എത്രയാണ്? 4% കൂടി. എത്രയിലാണ് കൂടിയത്? 92ലാണ് കൂടിയത്. × 100 ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ? ഒരു പോയിൻ്റ് എടുത്ത് കളഞ്ഞോടുക. മോഡ് എത്രയാണ്? 45 വരും. ഇവിടെ 10 വരും. ഈ 45ൽ 92 കൊണ്ട് വെട്ടിയാൽ എന്താ? 1. ഇവിടെ 2 വരും. റിമൈൻഡറായിട്ട് എത്രയാണ്? 2 വരും. 45 ഈ 2 പോവില്ല. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തോളാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളാം. 20 സ്റ്റിൽ പോവില്ല. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളാം. ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തോളാം. അപ്പോൾ 45 × 4 ചെയ്യുമ്പോഴാണ് എന്ത്? 180 വരുന്നത്. സ്റ്റിൽ അവിടെ 20
റിമൈൻഡർ ആയിട്ട് വരും. അപ്പം എന്താണ് 20.444 എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്ത് പോകും, നോൺ ടെർമിനേറ്റ് ചെയ്ത് പോകും. അപ്പോൾ എത്രയാണ് 1/2.04 × 10 വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് 10/2.04 എന്ന് വരും. അതായത് 10/2 ചെയ്യുമ്പോൾ എത്രയാണ് 5 വരും. 5നേക്കാളും കുറച്ച് കുറവ്. ഈ 10/2.1 ചെയ്യുമ്പോൾ തന്നെ എത്രയാണ് 4.7 സംതിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും 4.7നേക്കാളും മുകളിലായിരിക്കും മനസ്സിലായി. ഇപ്പോൾ 4.7നേക്കാളും മുകളിൽ തന്നെ ഉള്ളൂ, 4.9 ഉള്ളൂ. അപ്പം ഇതാണ് ഉത്തരം, ഓപ്ഷൻ 3. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു പുള്ളി 475 രൂപയ്ക്ക് 2 ചെയർ വിറ്റു. ഒരെണ്ണം എന്താ 25% ലാഭത്തിന് വിറ്റു, ഒരെണ്ണം 20% ലോസിന് വിറ്റു. അങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്. ഈ 2 ചെയറും 575-ന് വിറ്റിരുന്നെങ്കിൽ, അതായത് 100 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ പുള്ളിയുടെ പ്രോഫിറ്റും ലോസും എന്തായിരുന്നേനെന്നാണ് ചോദിച്ചത്. ഇവിടെ എന്താ രണ്ടും വിൽക്കുന്ന സെയിം സെല്ലിംഗ് പ്രൈസിലാണ്. അതായത് 475 രൂപയ്ക്കാണ് 2 ചെയർ അയാൾ വിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ രണ്ടും സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന കേസിൽ എഫക്റ്റീവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്താണ്, അതായത് 100 × x + y + 2xy എന്താണ് 100 + x + y ആണ്. ഇവിടെ ഈ എക്സും വൈയും എന്താണ്, എക്സും വൈ എന്ന് പറയുന്നത് 25%, 20%. എക്സിന് 25ഉം വൈക്ക് -20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരുന്നത് 100 × 25 - 20 മൈനസ് വരും, -2 × 25 × 20 100 + 25 - 20 എന്ന് വരും. ഇവിടെ 25 - 20 × 100 എന്ന് പറയുമ്പോൾ എത്രയാണ്, അവിടെ 500 വരും. അത് റീപ്ലേസ് ചെയ്ത് നമുക്ക് എന്താണ് 500 നോക്കാം, 500. അതുപോലെ മുകളിലുണ്ട് 25 × 20 ചെയ്യുമ്പോൾ എത്രയാണ് 500 വരുന്നത്. അത് × 2 ചെയ്യുമ്പോൾ എന്താണ് 1000 വരും. അപ്പം ഇവിടെ 1000 ആക്കാം. അടിയിൽ 100, ഇവിടെ 100 അല്ല കേട്ടോ, 200 ആണ്. ഇക്വേഷൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. 200 ആണ് ഇവിടെ വരുന്നത്, 200 ആണ് വരുന്നത്. ഇവിടെ 200 ആണ്. അപ്പോൾ ഇവിടെ എന്താ അതെല്ലാം കൂടെ ചെയ്യുമ്പോൾ 205 വരും, 205. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് -500 -205 എന്ന് വരും. ഇവിടെ ഈ മൈനസ് സൂചിപ്പിക്കുന്നത് എന്താ, ലോസാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതെന്താ, ഇത് പെർസെൻറ്റേജ് ലോസാണ്. ഇനി എന്താ നമുക്ക് രണ്ട് സൈഡിലും 5 കൊണ്ട് വെട്ടാം. അപ്പോൾ എന്താ 100/41% വരും. അപ്പോൾ 100/41 ചെയ്യുമ്പോൾ എത്രയാണ് 41 × 2 ചെയ്യുമ്പം 82 വരും. അപ്പം 2 വരും. അത് കഴിഞ്ഞ് റിമൈൻഡർ ഇവിടെ എത്ര വരുന്നത് 82, 18 റിമൈൻഡർ വരും. ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തോളാം, 180 ആക്കാം. ഇവിടെ 41-ൻ്റെ 4 ചെയ്യുമ്പോൾ എത്രയാണ് 4 1s are 4, 4 4s are 16, 164 വരും. അപ്പം 4ആണ് 164-ൽ നിന്ന് 164 പോയി എത്രയാണ്. അപ്പോൾ റിമൈൻഡർ ഇവിടെ എന്താ പിന്നെ 16 വരും. ഇവിടെ തൽക്കാലം നമുക്ക് 2.4% ലോസ് എന്ന് എടുക്കാം, ലോസാണ്. അപ്പം നമുക്കെന്താ 2.4% ലോസാണ് മനസ്സിലായി. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. എത്ര സെല്ലിംഗ് പ്രൈസ് തന്നേക്കുന്നത്, സെല്ലിംഗ് പ്രൈസ് 475 ആണ് തന്നേക്കുന്നത്. അപ്പം 2.4 - 100 എത്രയാണ്, 100 - 2.4 ചെയ്യുമ്പോൾ 97.6 എന്ന് കിട്ടും. ഈ 97.6-ൻ്റെ വാല്യൂ അല്ലേ ശരിക്കും പറഞ്ഞാൽ 475. നമുക്കതിന് 100-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്താ കോസ്റ്റ് പ്രൈസ് കിട്ടും. അവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, അപ്പം 486 വരും, 86.6 വരും. ഇവിടെ എന്താ ഓപ്ഷൻ എല്ലാം മാറി മാറി ദൂരെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് 486 എടുത്താൽ മതി. ഇനി അവർ വിൽക്കുന്നത് എത്ര 575 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പം 575 - കോസ്റ്റ് പ്രൈസ് 486 എത്രയാണ്. അപ്പം 575-ന് 75 പോയി
500, പിന്നെന്താ മുകളിൽ 75, 10, 85, പിന്നെ ഒരു 4 കൂടെ പോകണം. അപ്പം 89 കിട്ടും. ഇവിടെ 89 രൂപയാണ് ലാഭം. എത്രയിൽ? കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 486 × 100. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ്? ഓൾമോസ്റ്റ് 18.2 കിട്ടും. നമുക്ക് ഓപ്ഷൻ ഏതാ നോക്കിയാൽ എന്താണ് ഓപ്ഷൻ ഉണ്ട്, 18 ഉണ്ട്. അതാണ് ഉത്തരം. നമ്മൾ കുറേ അപ്രോക്സിമേഷനൊക്കെ ചെയ്തു, അതുകൊണ്ട് 18 ഉത്തരം വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷർട്ടിൻ്റെ മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ആ പുള്ളി ബില്ല് അടയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ്? 3000 രൂപയാണ് തന്നിട്ടുണ്ട്. 3000ൻ്റെ 60% എടുത്താൽ മതി. 6 3 80 20 1800 അടുത്ത് വരും. അപ്പോൾ എത്ര? 1799. 1800 അടുത്ത് ഒരു ഓപ്ഷനുള്ളൂ. അതെന്താണ്? 1799. അതായത് ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത് എത്രയാണ്? 3000 എന്നുള്ളത് ഞാൻ 100% എടുത്തത്. അപ്പം 40% ഡിസ്കൗണ്ട് കൊടുക്കും. ബാക്കി എത്ര ഉള്ളു? 60% ഉണ്ട്. 60%ആണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചത്. 40% എത്രയാണ് ഡിസ്കൗണ്ട്? അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വോളിയം ഓഫ് ദ 2 കോൺസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2 തന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ റേഡിയസ് തന്നിട്ടുണ്ട് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വോളിയം ഓഫ് ദ കോൺ എത്ര? 1/3 πr² ആണ്. ഇവിടെ 2 കോണായി എടുത്തോളൂ, AB. അപ്പം 1/3 πr² എത്രയാണ് തന്നിരിക്കുന്നത്? 3:2 ആണ് തന്നിരിക്കുന്നത് വോളിയത്തിൻ്റെ റേഷ്യോ. അപ്പോൾ ആദ്യത്തെ റേഡിയസ് R1, രണ്ടാമത്തെ റേഡിയസ് R2, ആദ്യത്തെ ഹൈറ്റ് R1, രണ്ടാമത്തെ ഹൈറ്റ് R2. എന്ത് സംഭവിക്കും? 1/3 വെട്ടിപ്പോയി, പയ്യും വെട്ടിപ്പോയി. അതുപോലെ ഇനി h1/h2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2 × R2² R1² വരും. എന്താണ്? R1ൻ്റെ R2ൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് R1, ഇത് R2. അപ്പം എന്താ? ഇത് വെട്ടിയിട്ട് 4² 3² വരും. ഇപ്പോൾ ഇവിടെ എന്താ? ഒരു 3 വെട്ടിപ്പോയി. ഇവിടെ 2ഉം 4² വെട്ടിപ്പോയിട്ട് 8 ആയി. ഇവിടെ ബാക്കി ഒരു 3 ഉണ്ട്. അപ്പം h1:h2 എന്ന് പറയുന്നത് എത്രയാണ്? 8:3 വരും. ഓപ്ഷൻ എ. അപ്പം എന്താ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാമു ആൻഡ് മോഹൻ സെപ്പറേറ്റ്ലി ക്യാൻ ഡു എ വർക്ക് ഇൻ 10 hours and 16 hours റെസ്പെക്റ്റീവ്ലി. അത് കഴിഞ്ഞ് ആഫ്റ്റർ വർക്കിംഗ് ഫോർ 2 hours മോഹൻ ലീവ് ദ ജോബ്. ഹൗ മെനി അവേഴ്സ് വിൽ രാമു ഫിനിഷ് ദ വർക്ക് അലോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാമു എന്താണ് ജോലി ചെയ്യുന്ന 10 മണിക്കൂർ കൊണ്ടും മോഹൻ ജോലി ചെയ്യുന്ന എത്ര? 16 മണിക്കൂർ കൊണ്ടുമാണ്. ഇവരുടെ LCM എത്ര? 80 എന്ന് വരും. ഈ 80 എന്താ? ഇതാണ് ടോട്ടൽ വർക്ക്. അപ്പോൾ ഇവിടുന്ന് എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി ഓഫ് രാമു എന്ന് പറയുന്നത് എത്ര? 80 / 10 ചെയ്യുമ്പോൾ എത്ര? 8 എന്നും. ഇവിടെ എഫിഷ്യൻസി ഓഫ് മോഹൻ എന്ന് പറയുന്നത് 80 / 16. 80 / 16 ചെയ്യുമ്പോൾ എത്രയാണ്? 5 എന്നുമാണ്. നമ്മളോടെന്ന് പറഞ്ഞിരിക്കുന്നത് മോഹൻ എന്താണ് 2 മണിക്കൂർ നിന്ന് ജോലി ചെയ്തു. അപ്പോൾ എത്രയായി? 5 എഫിഷ്യൻസി ഉള്ള ആൾ 2 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ 10 വർക്ക് അവിടെ തീർന്നു പോയി. എത്രയില്ല? ഔട്ട് ഓഫ് 80 വർക്കിൽ 10 വർക്ക് തീർന്നു പോയി. ബാക്കിയുള്ള 70 വർക്ക് ആര് ചെയ്യണം? രാമു തന്നെ ചെയ്യണം. രാമുവിൻ്റെ എഫിഷ്യൻസി എത്ര? 8. നമുക്കിവിടെ എന്താ ചെറിയൊരു അബദ്ധം പറ്റി. ആഫ്റ്റർ വർക്കിംഗ് ഫോർ ടുഗദർ എന്നുണ്ട്. ഞാനിവിടെ എന്താണ് മോഹൻ്റെ കേസ് മാത്രമേ എടുത്തുള്ളൂ. മോഹൻ 2 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ 10 വർക്ക് എന്നെടുത്തത്. അപ്പോൾ നമ്മളെടുത്തെല്ലാം തെറ്റിപ്പോയി. നേരെ തിരിച്ചു പോകാം. അപ്പം എന്താ 2 പേരും കൂടെ 2 മണിക്കൂർ നിന്ന് വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 8ഉം 5ഉം എഫിഷ്യൻസി ഉണ്ട്. 8 + 5 എഫിഷ്യൻസി, 2 പേരുടെ എഫിഷ്യൻസി 13. അത് ഇൻറ്റു 2 മണിക്കൂർ ചെയ്യണം. അപ്പോൾ എത്ര? 26 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 26 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എത്രയില്ല?
80 വർക്കിൽ. ബാക്കി 80 26 പോയാൽ എത്രയാണ്? ബാക്കി 54 വർക്ക് ബാക്കിയുണ്ട്. അതാര് തന്നെ ചെയ്യണം? മോഹൻ പോയി. അപ്പോൾ രോഹൻ തന്നെ ചെയ്യണം ഇനി എന്ത് ബാക്കി വർക്കെല്ലാം. അയാളുടെ എഫിഷ്യൻസി എത്ര? 8. ഇവിടെ 7 8 56 വരും. അപ്പോൾ എന്താണ് 7 താഴെ വരത്തുള്ളൂ. അപ്പോൾ 6. ഇപ്പോൾ റിമൈൻഡർ എത്ര? റിമൈൻഡർ 6 വരും ബൈ 8 വരും. അപ്പം ഇതെന്താ ഇത് വെട്ടി കുറയ്ക്കുമ്പോൾ 3/4 വരും. അപ്പോൾ 6 and 3/4 ആണ് ഉത്തരം. ഏതാ? 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ 2 കണ്ടെയ്നേഴ്സ് ഓഫ് 20 ലിറ്റർ ആൻഡ് 36 ലിറ്റർ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:7 and 7:5. ഇനി രണ്ടും കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ ദ ന്യൂ മിക്സ്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ മിൽക്ക് വാട്ടർ എഴുതാം. ഇത് ഫസ്റ്റ് കണ്ടെയ്നർ, സെക്കൻഡ് കണ്ടെയ്നർ. ഫസ്റ്റ് കണ്ടെയ്നർ റേഷ്യോ എത്രയാണ്? 3:7 ആണ്. അത് ടോട്ടൽ എടുക്കുമ്പോൾ എത്രയാണ്? 10. പക്ഷേ നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? മൊത്തം 20 ലിറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എന്താ? 2 ആണ്. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3 ആണ്. 3ൽ എന്തോരം ഉണ്ട്? 6 × 2 ചെയ്യുക. × 2 ചെയ്യുമ്പോൾ 6 വരും. ഇവിടെ എന്താ × 2 ചെയ്യുക. അപ്പം എത്രയാണ്? 14 വരും. അപ്പം ഫസ്റ്റ് കണ്ടെയ്നറിൽ 3 ലിറ്റർ മിൽക്കും 14 ലിറ്റർ വാട്ടറും കാണും. ഇനി സെക്കൻഡ് കണ്ടെയ്നറിൽ എത്രയാണ്? 7:5 ആണ്. 7 5 3 12 ആണ്. അപ്പം മൊത്തം നമുക്ക് എത്ര ലിറ്ററാണ് തന്നേക്കുന്നത്? 36 ലിറ്ററാണ് തന്നേക്കുന്നത്. ഇവിടെ 12 × 3 ചെയ്യുമ്പോഴാണ് എന്താ 36 കിട്ടുന്നത്. അപ്പം 7ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ എന്താണ്? 7 × 3 ചെയ്യുക. അപ്പം 21. 5ൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ 5 × 3 ചെയ്യുക. 15. അപ്പോൾ എന്താണ് ഇവിടെ 21, ഇവിടെ 15 വരും. സെക്കൻഡ് കണ്ടെയ്നറിൽ 21 ലിറ്റർ മിൽക്ക് 15 ലിറ്റർ വാട്ടറും കാണും. അപ്പോൾ എന്താ അത് ജസ്റ്റ് കൂട്ടിയെടുത്താൽ മതി. ഇനി എന്താ 21 3 അല്ല കേട്ടോ, അവിടെ 6 ആണേ. നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 6 ആണ്. അത് എഴുതിയപ്പോൾ തെറ്റിപ്പോയത്. അപ്പോൾ 21 6 കൂട്ടുമ്പോൾ 27 വന്നു. ഇവിടെ കൂട്ടുമ്പോൾ എത്രയാണ്? 15 14 കൂടെ കൂട്ടുമ്പോൾ 29 വരും. അപ്പോൾ ഇതാണ് പുതിയ റേഷ്യോ. ആൻസർ 3 വരുന്നത് 27:29 വരും. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8 days. ബി അതേ വർക്ക് 24 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെ അവർ ഒന്നിച്ച് പണി തുടങ്ങി. പക്ഷേ എന്താണ് 4 ദിവസം പണി തീരുന്നതിന് 4 ദിവസം മുമ്പ് എ ലീവ് ആയി, എ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ മൊത്തം എത്ര ദിവസം പണിയെടുത്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എ എന്താ? എ 8 ദിവസം കൊണ്ട് പണി തീർക്കും. ബി 24 ദിവസം കൊണ്ട് പണി തീർക്കും. അപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 എന്ന് വരും. ഇതാണ് എന്ത് ടോട്ടൽ വർക്ക്. ഇവിടെ എയുടെ എഫിഷ്യൻസി എത്രയാണ്? 3 വരും. ബിയുടെ എഫിഷ്യൻസി 1 വരും. അങ്ങനെയാണ് 24/8 ചെയ്യുമ്പോൾ 3 വരും. 24/24 ചെയ്യുമ്പോൾ 1 തന്നെ വരും. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്താണ്? 24 വർക്കിൽ എന്താണ് 4 പണി തീരുന്നതിന് അവസാനത്തെ 4 ദിവസം എന്താ ഇത്രയും ദിവസത്തെ വർക്ക് ബി തന്നെയാണ് ചെയ്തത്. ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1 ആണ്. ബാക്കി എന്താ 20 വർക്കാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ എത്രയാണ്? 4 ചെയ്യുക. അപ്പം 5 ഡേയ്സ് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്തു. അവസാനത്തെ 4 ദിവസം എന്താ ബി തന്നെ വർക്ക് ചെയ്തു. അപ്പം ഈ 5 4 കൂടെ കൂട്ടുമ്പോൾ മൊത്തം 9 ദിവസം കിട്ടും. 9 ദിവസമാണ് ആൻസർ, ഓപ്ഷൻ 3. ഇവിടെ 20 എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? അതായത് മൊത്തം 24 വർക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് 4 ദിവസം നമുക്ക് തന്നിട്ടുണ്ട്. 4 ദിവസം ഒരാൾ എഫിഷ്യൻസി ഉള്ള ഒരാൾ നിന്ന് വർക്ക് ചെയ്തു. അതായത് ബി ആണ്, ഇത് ബി ആണ് വർക്ക് ചെയ്തത്. അപ്പോൾ എന്താണ് 4 × 1 ചെയ്യുമ്പോൾ 4 തന്നെ. അപ്പോൾ 24 - 4 ചെയ്യുമ്പോൾ 20 ബാക്കി വർക്കുണ്ടായിരുന്നു. ഈ 4 ദിവസത്തെ വിളിച്ച് നിർത്തിയ 20 ദിവസത്തെ വർക്കുണ്ടായിരുന്നു. അത് എന്താണ് അവർ രണ്ടുപേരും കൂടെ ചെയ്തു. അപ്പം 3 + 1 4 എഫിഷ്യൻസി വരും. 20/4 ചെയ്യുമ്പോൾ 5 ഡേയ്സ് വരും. +4 ചെയ്യും 9 ഡേയ്സ്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കള്ളൻ ആദ്യം വണ്ടി എടുത്ത് 60 കിലോമീറ്റർ സ്പീഡിൽ പോയി. ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് പോലീസുകാരൻ 80 കിലോമീറ്റർ
സ്പീഡിൽ വണ്ടി എടുത്ത് കള്ളൻ്റെ പുറകെ പോയത്. പക്ഷേ എന്താണ് 30 മിനിറ്റ് നേരത്തെ കള്ളൻ പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ കള്ളനെ പോലീസ് പിടിക്കുന്നതാണ് ചോദിച്ചത്. അപ്പം ഇവർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ റിലേറ്റീവ് സ്പീഡ് ചെയ്താൽ മതി. അതെങ്ങനെയാണ്? അപ്പം ഡിസ്റ്റൻസ് ബൈ റിലേറ്റീവ് സ്പീഡ് ചെയ്താൽ മതി. റിലേറ്റീവ് സ്പീഡ് നമുക്കറിയാം എന്താ, സെയിം ഡയറക്ഷനിലാണ് പോയതുകൊണ്ട് എന്താ 80 മൈനസ് 60 ചെയ്താൽ മതി. അപ്പോൾ എന്താ 20 കിട്ടും. ഇനി ഡിസ്റ്റൻസ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അതായത് ഈ 30 മിനിറ്റിൽ നേരത്തെ പുറപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 30 മിനിറ്റിൽ 60 കിലോമീറ്റർ സ്പീഡിൽ വെച്ച് പോയി. അതാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. കാരണം എന്താ 30 മിനിറ്റും പോലീസുകാരൻ ഒന്നും ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ആ സമയം കൊണ്ടാണ് കള്ളൻ 60 കിലോമീറ്റർ സ്പീഡ് പിടിച്ച് മുമ്പിൽ പോയത്. അപ്പോൾ ആ 30 മിനിറ്റ് കഴിയുന്ന സമയം വരെ എന്താണ് കള്ളൻ എത്ര ദൂരം ഓടിയോ അതാണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ എന്താണ് 60 km/h ഇൻറ്റു 30 മിനിറ്റ്. അപ്പോൾ എത്രയാണ് 30 കിലോമീറ്റർ കിട്ടും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനിയൊന്നുമില്ല, എന്താ 30 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എത്രയാണ് റിലേറ്റീവ് സ്പീഡ്. അത് 80 മൈനസ് 60 എന്ന് പറയുന്നത് 20 km/h ആണ്. അപ്പോൾ ഇത് വെട്ടിപ്പോവും. ഇവിടെ 3/2 hours കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? 3/2 hours. അഥവാ എന്താ 1.5 മണിക്കൂർ. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 5750 ഫോർ 1 year അറ്റ് 16% പെർ ആനം, കോമ്പൗണ്ടഡ് ഇയർലി ആൻഡ് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. ഇത് 5750 രൂപയ്ക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയി ചോദിച്ചിരിക്കുന്നത്. ഒന്ന് എന്താണ് കോമ്പൗണ്ടഡ് ഇയർലി, മറ്റേത് കോമ്പൗണ്ടഡ് ഹാഫ് ഇയർലി. അപ്പോൾ ഇവിടെ ഒരു വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ എത്രയാണ് 16% തന്നെയാണ് വരുന്നത്. പക്ഷേ എന്താണ് ഹാഫ് ഇയർലി വരുമ്പോൾ എന്താ 8 + 8 + 8 × 8/100 എന്ന് വരും. എത്രയാണ് 16.8864 എന്ന് വരും. അപ്പോൾ കോമ്പൗണ്ട് ആനുവലി വരുമ്പോൾ 16%, കോമ്പൗണ്ട് ഹാഫ് ഇയർലി വരുമ്പോൾ 16.64% വരും. എന്താണ് ഈ 0.64% ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 5750 രൂപയുടെ എന്താണ് 0.64% എടുക്കണം. ഈ പോയിന്റ് കളയാൻ വേണ്ടി ഞാൻ എന്താ മുകളിലും താഴെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ 100 വരും. എന്നിട്ട് ഒരു 0 വെട്ടിക്കളഞ്ഞു. പിന്നെ ഇത് 5 കൊണ്ട് വെട്ടുക. അപ്പോൾ ഇവിടെ എന്താ 20 വരും. നമുക്ക് എന്താണ് 5 കൊണ്ട് വെട്ടണ്ട, എന്താ 25 കൊണ്ട് വെട്ടാം. അപ്പം ഇവിടെ 4 വരും. ഇവിടെ എത്ര 23 വരും. ഇവിടെ 64 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര 16 വരും. അപ്പം 16 × 23/10 എന്ന് വരും. 16 × 23 കഴിയുമ്പോൾ 368 വരും. ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റി കുത്തി കഴിയുമ്പോൾ 36.8 ഓപ്ഷൻ 2 വരും ഉത്തരം. അപ്പോൾ എന്താ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? അതായത് രോഹൻ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ യാത്ര എന്താണ് മൊത്തം 3 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനകത്ത് ഫസ്റ്റ് പാർട്ട് അയാളെന്താ 30 കിലോമീറ്റർ സ്പീഡിൽ പോയി, സെക്കൻഡ് പാർട്ട് അയാളെന്താ 40 കിലോമീറ്റർ സ്പീഡിൽ പോയി, ലാസ്റ്റ് പാർട്ട് അയാൾ 50 കിലോമീറ്റർ സ്പീഡിൽ പോയി. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് ഇൻ km/h എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ ആവറേജ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. ആവറേജ് സ്പീഡിന് എന്താ ഒറ്റ ഇക്വേഷനുള്ളൂ. എന്താ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. നമുക്കിവിടെ നമുക്ക് സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ഡിസ്റ്റൻസ് തന്നിട്ടില്ല, ടൈമും തന്നിട്ടില്ല. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പം ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, എല്ലാ ഈക്വൽ പാർട്സാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഈക്വലായിട്ട് 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് എത്രയാണ് 30 കിലോമീറ്റർ സ്പീഡിൽ പോവും. രണ്ടാമത്തെ എത്രയാണ് 40 km/h സ്പീഡിൽ പോവും. മൂന്നാമത്തെ 50 കിലോമീറ്റർ സ്പീഡിൽ പോവും.
ഇതെല്ലാം എന്താ ഈക്വൽ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്താ ഒരു നമ്പർ അസ്യൂം ചെയ്യാൻ പോകും. അസ്യൂം ചെയ്യുക മീൻസ് ഈ 30, 40, 50 LCM ആയിട്ട് വരുന്ന നമ്പർ. അങ്ങനെ വരുമ്പോൾ ഏതാ 600 ഇതിൻ്റെ LCM ആണ്. അപ്പം ഇതെന്താ, ഇത് ഇത്രയും 600, ഇത്രയും 600, ഇത്രയും 600. കാരണം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളങ്ങനെ എടുക്കുവാണ്. അപ്പം ഇനി ടൈം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് എന്താ ഇനി ടൈം എടുക്കാം. അതായത് 600 കിലോമീറ്റർ 30 km/h സഞ്ചരിക്കുമ്പം എത്ര 2 മണിക്കൂർ എടുക്കും. അപ്പം ഈ 2 മണിക്കൂറിൽ 20 മണിക്കൂർ എടുക്കും. ഇവിടെ എന്താണ് 600 / 40 ചെയ്യുമ്പോൾ എത്രയാണ് ടൈം എന്ന് പറയുന്നത് 15 hours എടുക്കും. ഇവിടെ ടൈം എന്താ വരുന്നത്, ഇവിടെ 60 / 5 വരുമ്പോൾ 12 വരും. അപ്പോൾ ഇനി എന്താണ്, ഇനി ടോട്ടൽ ഡിസ്റ്റൻസും അറിയാം, ടോട്ടൽ ടൈം ടേക്കും അറിയാം. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ് 600ൻ്റെ 3 സെറ്റ്. അപ്പം 1800 കിലോമീറ്റർ പോയി. ടോട്ടൽ ടൈം ടേക്കിന് എത്രയാണ് 20 മണിക്കൂർ, 20, 10, 30, 35, 35, 10, 45, 45 × 47. ഇത് കിലോമീറ്റർ, ഇതെന്താണ് അവേഴ്സ്. ഇതെന്താണ്, ഇത് പെർഫെക്റ്റ്ലി ഡിവിസിബിളായി പോകത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാവും 45, 40 ആയിരിക്കത്തില്ല. അപ്പോൾ 47 × 3 ചെയ്യുമ്പോൾ എത്രയാണ് 141 വരും. റിമൈൻഡർ എത്രയാണ് 39, ഒരു 0 വരുമ്പോൾ 390. ഇനി എന്താ, ഇനി നമുക്ക് സംശയം 47 × 5 വരുമോ 47 × 8 വരുമോ എന്നാണ്. കാരണം 35, 38 ആണല്ലോ ഓപ്ഷൻ. അപ്പം 47 × 8 ചെയ്ത് നോക്കുക. 47 × 8 376 വരുന്നത്. അപ്പം 390 അടുത്ത് വരുന്നത് 376 വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി 38 മനസ്സിലായി. 38 പോയിൻറ്റ് സംതിങ് വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ഇതിനകത്ത് മനസ്സിലായി ഓപ്ഷൻ 1 ഉത്തരം. 38 പോയിൻറ്റ് സംതിങ് വരുന്നത്. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്, അതായത് ഒരു പുള്ളി 20% ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം അയാൾക്ക് 10% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ദ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്ര % മോർ ദാൻ ദ കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, 20% നമുക്ക് 1/5 എന്ന് എഴുതാം. അതായത് 5 രൂപയ്ക്ക് മാർക്ക് ചെയ്തിട്ട് എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്തേ 4 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അതായത് ഈ 1 രൂപ കുറച്ച് സെല്ല് ചെയ്തു. ഇനി 10% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ, 10% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/10. അതായത് 10 രൂപയുടെ സാധനം 1 രൂപ പ്രോഫിറ്റ് കൂട്ടി 11 രൂപയ്ക്ക് കച്ചവടമാക്കി. അപ്പോൾ എന്താ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എത്രയാണ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി സെല്ലിംഗ് പ്രൈസ് ഇവിടെ ഉണ്ടല്ലോ. അപ്പം 10 രൂപയുടെ സാധനം 11 രൂപയ്ക്ക് വിറ്റു. ഇനി റേഷ്യോ എല്ലാം ഈക്വലാകാൻ എന്ത് ചെയ്യണം, അതായത് ഇവിടെ എന്താ, ഇവിടെ 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇവിടെ എന്താ 11 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം മൊത്തം എടുത്ത് വരുമ്പോൾ ഇവിടെ 44 വരും, ഇവിടെ 40 വരും, ഇവിടെ എത്ര 55 വരും. പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും എന്തുമാത്രം കൂടുതലാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് മാർക്കറ്റ് പ്രൈസ് 15 കൂടുതല, എന്തിനേക്കാളും കോസ്റ്റ് പ്രൈസിനേക്കാളും 40 × 100. രണ്ടിനെ എന്താ 5 കൊണ്ട് വിട്ട്, അപ്പം 3/8 വരും. പെർസെൻറ്റേജ് ടേബിളിൽ 3/8ൻ്റെ വാല്യൂ എത്രയാണ്, 3/8ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 37.5 ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ 2 37.5. അപ്പോൾ എന്താ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെന്താ ഒരു ടേബിളിൻ്റെ കഥയാണ് പറഞ്ഞേക്കുന്നത്. 300 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. ആദ്യം ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ അതിലൊരു 10% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ ഒരു അഡീഷണൽ 5% ഡിസ്കൗണ്ട് കൊടുത്തു. എന്തിനാണ്, ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയത്. അപ്പം ടേബിളിൽ വരെ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം 300 രൂപ ആണ് മാർക്കറ്റ് പ്രൈസ്. ആദ്യം എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തത്, 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% എന്ന് പറഞ്ഞാൽ 1/5. അപ്പം 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി എത്രയുള്ളത്, അതായത് ഇതിൻ്റെ ബാക്കി 80% നമുക്കിങ്ങനെ എഴുതിക്കൂടെ, 4/5 എന്ന് എഴുതിക്കൂടെ. അപ്പം 300ൻ്റെ 4/5. പിന്നെ എന്താ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു, 10ന് എന്താ 1/10 എന്ന് എഴുതിക്കൂടെ. അപ്പം 90% എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 90% തിരിച്ചെഴുതാം, അതായത് 9/10. അപ്പോൾ ഇവിടെ 9/10 ×
ഇനി 5% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 5% 1/20 എഴുതാൻ പറ്റും. ഇവിടെ 95% എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 19/20 എഴുതാൻ പറ്റും. അപ്പോൾ ഈ 19/20 ഇവിടെ കൊടുത്തോളുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് അയാൾ അടയ്ക്കുന്ന പൈസ കിട്ടുന്നത്. അപ്പം ഇതും കൂടെ വെട്ടി പോകുമ്പോൾ 60 വരും. അതുപോലെ എന്താണ് ഇതും കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? 6 വരും. ഇതും കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? 3, 10. ഇതും കൂടെ വെട്ടുമ്പോൾ എത്രയാണ്? 5, 2. മോഡലെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര? 3 × 6 3 × 6 6 × 9 എത്ര? 54. 54 × 19 ചെയ്യുമ്പോൾ 10, 26 എന്ന് വരും. അത് /5. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 5 1s 5 2s 10. 0 ഇട്ട് കൊടുത്തു. 26 എഴുതി. അപ്പം 205. 205 ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഓപ്ഷൻ 4 ആണ് ഉത്തരം. അപ്പോൾ ഇതെന്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.